മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ഗുരുദേവോ ഭവ. കുറങ്ങാട്ടുകാവിലമ്മയെ ശരണം. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ശ്രീധരിയം ചാനലിൻ്റെ അസ്ട്രോളജി വിഭാഗത്തിലെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിന് നിങ്ങൾ തന്നു വരുന്ന വലിയ സപ്പോർട്ടിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. വിവാഹം താമസിച്ചു എന്ന കാരണത്തിൽ ഞങ്ങളെ സമീപിച്ച പല സുഹൃത്തുക്കൾക്കും നല്ല പരിഹാരവും നിർദ്ദേശിക്കാനും അതുമൂലം നിവർത്തി നൽകാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ആദ്യമായി, എന്തുകൊണ്ടാണ് നമ്മൾക്ക് വിവാഹ താമസമുണ്ടാകാൻ കാരണം? നമ്മൾ സാധാരണമായിട്ട് പറയും പൈസ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയും. അതൊരു കാരണമല്ല. അതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം? തീർച്ചയായിട്ടും നമ്മുടെ ജാതകത്തിൽ നോക്കിയാൽ, ജാതകം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. മുഖ്യമായിട്ടും ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞ മാതിരിയുള്ള ഗണ്ഡാന്തര ദോഷം, പിതൃദോഷം, അല്ലെങ്കിൽ സർപ്പദോഷം, അതല്ലാന്നുണ്ടെങ്കിൽ തിഥിശൂന്യം, ഇങ്ങനെയുള്ള 4-5 ദോഷങ്ങൾ മെയിനായിട്ടുണ്ട്. ഈ ദോഷങ്ങളൊന്നും ആ ജാതകത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 7-ാം ഭാവത്തിലേക്ക് നോക്കാം. 7-ാം ഭാവം അല്ലെങ്കിൽ 7-ാം ഭാവാധിപതി, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഗ്രഹങ്ങളുടെ ഉച്ചനീചത്വങ്ങൾ അല്ലെങ്കിൽ മറ്റ് പാപഗ്രഹങ്ങളുടെ 7-ാം ഭാവത്തിലേക്കുള്ള വീക്ഷണം, അതുമാത്രമല്ല ഈ 7-ാം ഭാവത്തിന് ഞങ്ങളുടെ ജ്യോതിഷപ്രകാരം, അതായത് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന KP ജ്യോതിഷപ്രകാരം 6-ാം ഭാവത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ എന്താകും? 7-ാം ഭാവത്തിന് 6-ാം ഭാവം അത് കട്ട് ചെയ്യും. എന്ന് വെച്ചാൽ 7-ാം ഭാവത്തിൻ്റെ ആ ഭാവസ്ഥിതി നമുക്ക് കിട്ടില്ല. സോ ഇതൊക്കെ നമ്മൾ വളരെ ഗഹനമായിട്ട് നമ്മുടെ ജാതകത്തിൽ ആദ്യം ചിന്തിക്കണം. ഇത് ചിന്തിച്ച ശേഷം അതിന് പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള വീഡിയോകളിൽ പറഞ്ഞ മാതിരിയുള്ള ദോഷപരിഹാരങ്ങൾ ആദ്യം ചെയ്യണം. ദോഷപരിഹാരങ്ങൾ ചെയ്ത ശേഷം നമ്മുടെ ജാതകത്തിലുള്ള 7-ാം ഭാവാധിപതി അല്ലെങ്കിൽ അതിൻ്റെ പാപദോഷങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അതുപോലെ മെയിനായിട്ട് നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം. ഇപ്പോൾ പുരുഷന്മാരുടെ ജാതകത്തിലുള്ള ശുക്രനെയും അതുപോലെ സ്ത്രീകളുടെ ജാതകത്തിലുള്ള ചൊവ്വയെയും പരിഗണിക്കണം. നമ്മൾ ചൊവ്വാദോഷം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് ഞാൻ പിന്നീടുള്ള ഗ്രഹത്തിലെ മറ്റേ വീഡിയോകളിൽ ഞാൻ ക്ലിയറായിട്ട് പറയാൻ ശ്രമിക്കാം. സമയദൈർഘ്യം കൊണ്ട് ഞാനതിനെപ്പറ്റി ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ശുക്രൻ്റെയോ ചൊവ്വയുടെയോ ചില പ്രത്യേക സ്ഥിതി മൂലവും ഈ പറഞ്ഞ പ്രകാരമുള്ള 7-ാം ഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ മൂലവും മറ്റ് ദോഷങ്ങൾ, ഞാൻ മുൻപ് പറഞ്ഞ 4-5 ദോഷങ്ങളുണ്ടല്ലോ, ആ ദോഷങ്ങൾ മൂലവും ഈ വിവാഹ തടസ്സം നമുക്ക് സംഭവിക്കാം. അതൊരു നല്ല ജ്യോതിഷിയെ കണ്ട് എന്താണ് സംഭവിക്കുന്നത്, ചുമ്മാ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ആ ദോഷമാണ് ഈ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്താൽ, നമ്മൾക്കിഷ്ടമുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്താൽ നമ്മൾക്ക് അതൊന്നും ശരിയാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് പനി വന്നാൽ പനിയുടെ മരുന്ന് കഴിച്ചാലേ മാറുകയുള്ളൂ. അതിന് വയറ്റുവേദനയുടെ മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ജാതകത്തിലെ രാഹുവിൻ്റെയും ചൊവ്വയുടെയും ഒരു സാധാരണ ജാതകങ്ങളിലൊക്കെ കണ്ടുവരാറുള്ളതാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനും അതുകൊണ്ടുള്ള ദോഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അതിനെന്താ പരിഹാരം? ചൊവ്വ എന്ന് പറയുന്നത് നമുക്ക് ആൺജാതി രാശിയിലാണ് നമ്മുടെ ചൊവ്വ നിൽക്കുന്നതെങ്കിൽ അത് മുരുകനും, അതേ പെൺരാശിയിലാണ് നമ്മുടെ ചൊവ്വ നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ നിൽക്കുന്നതെങ്കിൽ അത് ദുർഗയും കാണിക്കുന്നു. സോ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിനുള്ള പരിഹാരങ്ങൾ ആ അമ്പലങ്ങളിൽ, ഇപ്പോൾ മുരുകൻ്റെ അമ്പലമായാലും ശരി, അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയുടെ അമ്പലമായാലും ശരി, എവിടെയാണ് പോകേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞ ശേഷം, ഇപ്പോൾ രാഹു എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും അറിയാം, രാജകനി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗണത്തിൽപ്പെട്ട ആണ് നാരങ്ങ. ഈ നാരങ്ങ എന്ന് പറഞ്ഞാൽ രാഹുവാണ്. താന്ത്രിക മതപ്രകാരം രാഹുവിനെയാണ് നമ്മൾ നാരങ്ങ എന്ന് പറയുന്നത്. എന്ത് ചെയ്യും? ഈ നാരങ്ങ കൊണ്ടുവന്ന് മുരുകന് കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് ഒരു എത്രയോ നമ്മുടെ ജ്യോതിഷപ്രകാരം പറയുന്ന പോലെ, ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്ന വിധിപ്രകാരം നമ്മളത് മുരുകന് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും
ചൊവ്വയുടെയും പിന്നെ രാഹുവിൻ്റെയും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയാൻ തുടങ്ങും. അതുപോലെ നേരെ തിരിച്ച് പെൺവീട്ടിലാണെന്നുണ്ടെങ്കിൽ ദുർഗാ ഭഗവതിക്ക് ഇത് തന്നെ ചെയ്യാം. നാരങ്ങ വിളക്കെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഈ മേൽപ്രകാരം അതുപോലെ താന്ത്രിക പ്രകാരം ഞാൻ പറഞ്ഞില്ല, താന്ത്രികം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാരങ്ങ കൊണ്ടുവന്ന് നാരങ്ങ വിളക്ക് വയ്ക്കുക, നാരങ്ങ മുരുകന് സമർപ്പിക്കുക, ഇതൊക്കെ തന്നെ തന്ത്രമാണ്. തന്ത്രത്തിൽ കൂടി നമ്മൾ കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. മന്ത്രം ഒക്കെ മാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യാം. ആത്മീയമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓരോ ഭാവത്തിനും ഓരോ ഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മുരുകൻ എന്ന് പറയുന്നു, ബാലമുരുകനുണ്ടല്ലേ, കൗമാരത്തിലുള്ള മുരുകനുണ്ട്, അതുപോലെ പഴനി മുരുകൻ അണ്ടിയായിട്ടുള്ള മുരുകനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഏത് ഭാവത്തിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് ആദ്യം അറിയണം. നമ്മൾ പിന്നെ ഒരു ബാലമുരുക ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലമുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു എനർജിയാണത്. അതേസമയം അത് കൗമാരത്തിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് തിരുച്ചെന്തൂർ എന്നൊരു അമ്പലം ഉണ്ടല്ലോ. തിരുച്ചെന്തൂർ എന്താണ് സംഭവിക്കുന്നത്? തിരുച്ചെന്തൂർ വന്നിട്ട് മുരുകനും വ്യാഴവും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് കോമ്പിനേഷൻ നമ്മുടെ ജാതകത്തിലുണ്ടോ അതനുസരിച്ച് നമ്മൾ പോയിട്ട് പരിഹാരം ചെയ്താലേ പരിഹാരത്തിന് ഗുണമുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ് വളരെ ലോങ് വീഡിയോയിലേക്ക് പോവുകയാണ്. മേൽപ്പറഞ്ഞ വിശകലനത്തെ വളരെ പരിമിതമായി വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ച് തൽക്കാലം നമ്മൾക്ക് ഉപസംഹരിക്കാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചാൽ മതി. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഷെയറും ലൈക്കും മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പകർന്നു നൽകാനും എനിക്ക് കൂടുതൽ സഹായമാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ പൂർണ്ണമായും കണ്ട് അത് എന്താണ് നമ്മൾ പറയുന്നത്, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും വിവാഹ തടസ്സമുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. ദയവ് ചെയ്ത് ഇത് വേണ്ടിയ വിധത്തിൽ ഉപയോഗിച്ച് അതിനെ ഒരു